അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വസന്തകാലം വീണ്ടും വരവായി. അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ ആണ്ടുകിടന്ന ലോകത്തേക്ക് അറിവിന്റെയും നീതിയുടെയും അനുഗ്രഹത്തിന്റെയും വെളിച്ചമായി മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന വിശുദ്ധ റബീഉൽ അവ്വൽ മാസം. കാത്തിരിപ്പുകളുടെ ഒടുവിൽ ധന്യതയുടെ പുലരിയായി ആ ദിവ്യ നക്ഷത്രം മക്കയുടെ മണ്ണിൽ ഉദിച്ചുയർന്നു. മരുഭൂമിയുടെ വരൾച്ചയിലേക്ക് അനുഗ്രഹത്തിന്റെ മഴയായി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആശ്രയമായി, അനാഥരുടെ അഭയകേന്ദ്രമായി ആ തിരുനബി ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അഹങ്കാരത്തിന്റെ കോട്ടകുത്തളങ്ങൾ തകർന്നു വീണ രാവിൽ പ്രപഞ്ചം മുഴുവൻ ആ പുണ്യജന്മത്തെ സ്വാഗതം ചെയ്തു. ആ തിരുമേനിയുടെ വരവോടെ പൂക്കളും കാറ്റും കടലും നിലാവും വരെ തിരുനബിയുടെ മധുരമായ പ്രകീർത്തനങ്ങൾ വാഴ്ത്തിപ്പാടി. തൗഹീദിന്റെ ഉന്നതമായ പതാക വാനോളം ഉയർത്തി മാനവികതയുടെ മഹാസന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ പ്രവാചക ശ്രേഷ്ഠർ. ശത്രുക്കൾ പോലും അല്ലമീൻ, വിശ്വസ്തൻ എന്ന് നെഞ്ചോട് ചേർത്ത് വിളിച്ച പാവന വ്യക്തിത്വം. അക്രമത്തിന് പകരം ക്ഷമ കൊണ്ടും വെറുപ്പിന് പകരം സ്നേഹം കൊണ്ടും അവിടുന്ന് മനം കവർന്നു. അജ്ഞതയുടെ ഇരുളടഞ്ഞ യുഗത്തെ അറിവിന്റെയും ധർമ്മത്തിന്റെയും പ്രകാശപൂരിതമായ യുഗമാക്കി മാറ്റാൻ ആ തിരുജീവിതത്തിന് സാധിച്ചു. മക്കയുടെ പീഡനങ്ങളുടെ മധ്യത്തിലും വളവളക്കുന്ന വാളുകൾക്ക് മുന്നിലും പതറാതെ നിലകൊണ്ട ആ ദിവ്യ പ്രകാശം. പ്രബോധന വീതിയിൽ സഹിച്ച ത്യാഗങ്ങൾക്ക് അതിരുകളില്ല. സ്വഹാബത്തിന്റെ നെഞ്ചകം നിറയെ ആ പ്രണയത്തിന്റെ തിരുനാളം കത്തിജ്വലിച്ചു. അവിടുത്തെ ഒരു വാക്കിനായി, ഒരു പുഞ്ചിരിക്കായി, തിരുശരീരത്തിൽ നിന്ന് മുതിരുന്ന ഒരു തുള്ളി വിയർപ്പിനായി അവർ ലോകം മുഴുവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. സ്നേഹമാണ് പ്രവാചകൻ, കാരുണ്യമാണ് പ്രവാചകൻ, ശാന്തിയാണ് പ്രവാചകൻ. അനാഥയുടെ കണ്ണീരൊപ്പാൻ, പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നൽകാൻ, അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ അവതരിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശ ഗോപുരം. ശത്രുവിന് പോലും മാപ്പ് നൽകിയ വിശാല മനസ്കതയുടെ, വാക്കുകളിലും പ്രവൃത്തിയിലും ഒരുപോലെ പുലർത്തിയ സത്യസന്ധതയുടെ അത്യപൂർവ മാതൃക. ഇന്നു നാം ആ തിരുജനനത്തിന്റെ ഓർമ്മകൾ പുതുക്കുകയാണ്. കേവലം ഒരു ആഘോഷത്തിനപ്പുറം ആ തിരുജീവിതത്തിലെ മഹത്തായ മാതൃകകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി വയ്ക്കാനുള്ള ആത്മപരിശോധനയുടെ ദിനം. നബി സ്നേഹം എന്നത് ആ വാഗ്ദാനങ്ങളും സുന്നത്തുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കലാണ്. വാക്കുകളിൽ സത്യസന്ധതയും പ്രവൃത്തിയിൽ കാരുണ്യവും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ആശിക്കുകളായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ കലണ്ടറിൽ വീണ്ടും ഒരു റബീഉൽ അവ്വൽ മാസം വന്നണഞ്ഞിരിക്കുന്നു. ഓർമ്മകളിൽ സുഗന്ധം പരത്തുന്ന മാസം, ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുന്ന മാസം, ലോകത്തിന് കാരുണ്യത്തിന്റെ സന്ദേശം പകർന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന പുണ്യമാസം. നൂറ്റാണ്ടുകൾക്കപ്പുറം മക്കയുടെ മണൽത്തരികളിലേക്ക് ചരിത്രം തിരിഞ്ഞു നോക്കിയ ഒരു കാലം, മനുഷ്യനെ അടിമയാക്കിയ കാലം, ഗോത്രത്തിന്റെ പേരിൽ രക്തം ചിന്തിയ കാലം, പെൺകുഞ്ചിന്റെ ജനനം അപമാനമായി കണ്ടിരുന്ന കാലം, ശക്തന് മുന്നിൽ ദുർബലൻ തലകുനിക്കേണ്ടി വന്ന കാലം. അങ്ങനെ ഒരു ഇരുട്ടിന്റെ നടുവിലേക്ക് ഒരു പ്രകാശം പിറന്നു. അബ്ദുള്ളായുടെയും ആമിനായുടെയും പ്രിയപുത്രനായി ലോകം പിന്നീട് സ്നേഹത്തോടെ വിളിച്ച മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അദ്ദേഹം വന്നത് ഒരു രാജാവിന്റെ കിരീടവുമായിട്ടായിരുന്നില്ല, ഒരു ചക്രവർത്തിയുടെ സിംഹാസനവുമായിട്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആയുധം കാരുണ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മനുഷ്യർക്കുള്ള മാതൃകയായിരുന്നു. അനാഥനായി വളർന്നതുകൊണ്ട് അനാഥന്റെ കണ്ണുനീരിന്റെ വില അദ്ദേഹം അറിഞ്ഞു. വിശപ്പിന്റെ വേദന അറിഞ്ഞതുകൊണ്ട് പാവപ്പെട്ടവന്റെ വിശപ്പിനെ അദ്ദേഹം മറന്നില്ല. പീഡനങ്ങൾ അനുഭവിച്ചതുകൊണ്ട് പീഡിതന്റെ ഹൃദയവേദന അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്നെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമയുടെ ഭാഷ സംസാരിക്കാൻ മനുഷ്യരാശിയെ പഠിപ്പിച്ച പ്രവാചകൻ. തോയിഫിന്റെ വഴികളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രക്തം വാർന്നപ്പോഴും പ്രതികാരത്തിന്റെ തീയായിരുന്നില്ല ആ ഹൃദയത്തിൽ നിറഞ്ഞത്, കാരുണ്യമായിരുന്നു. മക്ക വിജയിച്ചെത്തിയപ്പോൾ വർഷങ്ങളോളം തന്നെ പീഡിപ്പിച്ചവർ മുന്നിൽ ഭയത്തോടെ നിന്നപ്പോഴും പ്രതികാരത്തിന്റെ വാൾ ഉയരുന്നതിന് പകരം മാപ്പിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്ത പ്രവാചകൻ, അതാണ് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശത്രുവിനോട് പോലും നീതി കാണിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ, അയൽവാസിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ, അനാഥനെ ചേർത്തു പിടിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ, ദരിദ്രന്റെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ, സ്ത്രീകൾക്ക് ആദരവും അവകാശവും നൽകണമെന്ന് പഠിപ്പിച്ച മനുഷ്യൻ. മനുഷ്യന്റെ നിറമോ ഭാഷയോ വംശമോ അല്ല അവന്റെ മഹത്വത്തിന്റെ അളവുകോലെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രവാചകൻ, റഹ്മത്തുൽ ആലമീൻ, ലോകങ്ങൾക്ക് കാരുണ്യമായി വന്നവരെ, പ്രവാചകരെ. سلام عليك
പ്രിയപ്പെട്ടവരെ, നബിദിനം ഒരു ദിവസത്തെ ആഘോഷത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഓർമ്മയല്ല. വീടുകളിലും നാടുകളിലും വിളക്കുകൾ തെളിയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വിളക്കുകൾ തെളിയട്ടെ. നബിയെ കുറിച്ച് പാടുന്നതിനൊപ്പം നബിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകരട്ടെ. സ്വലാത്തുകൾ ചൊല്ലുന്ന നാവിനൊപ്പം ആ നാവ് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഹൃദയം അനാഥനെ അവഗണിക്കാതിരിക്കട്ടെ. വിശക്കുന്നവന്റെ മുന്നിലൂടെ മുഖം തിരിച്ച് നടക്കാതിരിക്കട്ടെ. വൃദ്ധരെയും ദുർബലരെയും ചേർത്തു പിടിക്കാൻ നമ്മുടെ കൈകൾ പഠിക്കട്ടെ. കാരണം നബി സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലാണ് തെളിയേണ്ടത്. നബി സ്നേഹം ആഘോഷത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലാണ് കാണേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരട്ടെ. അദ്ദേഹം പഠിപ്പിച്ച ക്ഷമ നമ്മുടെ ബന്ധങ്ങളിലേക്ക് പകരട്ടെ. അദ്ദേഹം പഠിപ്പിച്ച നീതി നമ്മുടെ സമൂഹത്തിലേക്ക് പകരട്ടെ. അദ്ദേഹം പഠിപ്പിച്ച സാഹോദര്യം ഈ ലോകത്തിന്റെ അതിരുകൾ കടന്ന് പരക്കട്ടെ. ഈ പുണ്യമാസത്തിൽ നമുക്ക് കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ മക്കൾക്ക് നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാം. അവരോട് പറയാം, കരുണ എന്താണെന്ന് അറിയണമെങ്കിൽ മുഹമ്മദ് മുസ്തഫയുടെ ജീവിതം വായിക്കൂ. ക്ഷമ എന്താണെന്ന് അറിയണമെങ്കിൽ മുഹമ്മദ് മുസ്തഫയെ പഠിക്കൂ. മനുഷ്യ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ആ മഹത്തായ ജീവിതത്തിലേക്ക് നോക്കൂ. കാലം എത്ര മാറിയാലും, നൂറ്റാണ്ടുകൾ എത്ര കടന്നു പോയാലും, കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇന്നും ആ പേര് കേൾക്കുമ്പോൾ സ്നേഹം നിറയുന്നു. ആ പേര് ചൊല്ലുമ്പോൾ അറിയാതെ നമ്മുടെ ചുണ്ടുകൾ സ്വലാത്ത് ചൊല്ലുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാരുണ്യത്തിന്റെ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. അങ്ങ് കാണിച്ച സത്യത്തിന്റെ വഴിയിൽ ഞങ്ങളുടെ കാലടികൾ ഉറച്ചു നിൽക്കട്ടെ. അങ്ങയോടുള്ള സ്നേഹം വെറും വാക്കുകളായി അവസാനിക്കാതെ ഞങ്ങളുടെ പ്രവൃത്തികളിൽ തെളിയട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി നബിയുല്ലാഹ്. يا شفيعي يا رسول الله أيها المختار فينا زادنا الحب